ആപ്കി അദാലത്തിൽ പീയൂഷ് ഗോയലിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം കുടുംബ രാഷ്ട്രീയത്തിന്റെ സിംബലാണ് എന്നുള്ളതാണ്. പീയൂഷ് സർ, BJP ഇവിടെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞങ്ങൾ കുടുംബ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ളവരാണെന്ന്. പക്ഷെ താങ്കളുടെ അമ്മ 3 പ്രാവശ്യം ഇലക്ഷനിൽ നിന്നു, 3 പ്രാവശ്യം MLA ആയിരിക്കുന്നു. താങ്കളുടെ അച്ഛൻ BJPയുടെ ട്രഷററായിരുന്നു, രാജ്യസഭാ മെമ്പറായിരുന്നു. വാജ്പേയിയുടെ സർക്കാരുള്ള സമയത്ത് അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഇത് കുടുംബ രാഷ്ട്രീയം അല്ലാതെ വേറെന്താ? രജിത് സാർ, ഈ കുടുംബരാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവുമെന്ന് വെച്ചാൽ, ഒരാള് ഒന്നും തന്നെ ചെയ്യാണ്ട് നേരെ പോയി സീറ്റിലിരിക്കുന്നതാണത്. ഞാൻ 2008 വരെ മഹാരാഷ്ട്രയുടെ മുംബൈയിലൊരു സാധാരണ കാര്യകർത്താവായിരുന്നു. ഞാൻ പോസ്റ്റർ എടുത്തുകൊണ്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിൽ തന്നെയായിരുന്നു ഇരുന്ന് പശ ചെയ്യുന്നതും. കാരണം അന്നൊന്നും ഈ പോസ്റ്ററിന് ഗ്ലൂ ഒന്നും മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് പശയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് രാത്രിയിലാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നന്നായിട്ടിരിക്കില്ല, അതുകൊണ്ട് വാൾ റൈറ്റിംഗ് ആണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അവിടുന്നാണ് കഷ്ടങ്ങളൊക്കെ ആരംഭിച്ചത്. എനിക്ക് അമ്മയോ അച്ഛനോ ഇല്ലെങ്കിൽ കുടുംബത്തിലൊരാളോ നേരെ എന്നെ എടുത്തുകൊണ്ടുപോയി ആ സീറ്റിൽ ആരും തന്നെ ഇരുത്തിയിട്ടില്ല. അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2008 താങ്കൾ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാ താങ്കളുടെ രാജ്യസഭാ സീറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞതായിട്ട് കേട്ടു. ഇതിൽ വല്ല സത്യമുണ്ടോ? നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്ത് വന്നെന്ന് തോന്നുന്നല്ലോ. ഇത് ഞാൻ ഈ അദാലത്തിൽ തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റൂ. കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛൻ്റെ ടേമും അതിനിപ്പുറം തീർന്നു. സോ ഞാൻ അതിനിപ്പുറം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രാവശ്യം റിക്വസ്റ്റ് ഒക്കെ ചെയ്തതാ. അദ്ദേഹത്തിനെ കൊണ്ട് ആ സമയത്ത് അദ്വാനിജിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ. അദ്വാനിജി എന്നെ വീട്ടിലോട്ട് തന്നെ വിളിച്ചു വരുത്തി. ഏകദേശം 1 മണിക്കൂർ ഹീ ഗൈഡഡ് മീ. ഇതാ നോക്ക്, 1 മണിക്കൂർ നീ എൻ്റെ സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ ജീവിതം മുഴുവനും നിനക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ കാണാൻ പാടുള്ളൂ. ഞാനിവിടെ ഇരിക്കുവാണെങ്കിൽ നിനക്ക് രാഷ്ട്രീയത്തിൽ സീറ്റ് കിട്ടിയതിന് കാരണം അതാന്നാകും. നിന്റെ കഴിവിനും നിന്റെ ഹാർഡ് വർക്കിനും തീർച്ചയായിട്ടും നിനക്ക് ഒരു ദിവസം പദവി കിട്ടും. അത് വരുമ്പോൾ വരട്ടെ. നീ മറ്റേ രാഷ്ട്രീയത്തിലോട്ട് വന്നത് വെറും പദവിക്ക് വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അല്ലേ നിനക്ക് വേണ്ടത്. അത് നീ ചെയ്ത് കാണിക്കും. പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഹി ഗോട്ട് പാസ്ഡ് അവേ. വളരെ കഷ്ടമായിരുന്നു അതൊക്കെ. സോ ഞാൻ ആ സമയത്ത് എനിക്ക് ആ പദവി കിട്ടാത്തതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ. ഒരുപക്ഷെ എനിക്കന്ന് ആ പദവി കിട്ടിയിരുന്നാൽ ഇന്ന് ഈ അദാലത്തിൽ നിങ്ങളുടെ അടുത്ത് ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയായിരുന്നു തന്നെ. അതാണ് സത്യവും. പക്ഷേ താങ്കളുടെ അമ്മ എല്ലാവരുടെ അടുത്തും താങ്കൾ 4 വയസ്സ് മുതൽ തന്നെ ക്യാമ്പയിനൊക്കെ ചെയ്യുമായിരുന്നു. ജനസംഘത്തിന്റെ ഫ്ലാഗ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നൊക്കെ അമ്മ എല്ലാവരോടും പറഞ്ഞതായിട്ടാണ് കേട്ടത്. ഇത് പല പ്രാവശ്യം ഞാനും കേട്ടതാണ്. ഞാൻ നിങ്ങളെ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് റോഡിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ വോട്ട് ഭാരതീയ ജനസംഖ്യയ്ക്കാണ് തീർച്ചയായിട്ടും കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ റോഡിൽ നിന്ന് എല്ലാവരുടെ അടുത്തും വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഉള്ള കാര്യം പറയാലോ, അന്ന് വോട്ടെന്ന് വെച്ചാൽ എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ കുറച്ചായിട്ട് താങ്കൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നാണ് തോന്നുന്നത്. താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ ഏത് രാഷ്ട്രീയക്കാരുടെ മടിയിലാണോ ഇരുന്ന് കളിച്ചത്, അതിലൊരു വ്യക്തിയാണ് ഗുരു ഗോൾവർക്കർ ചിത്ത്, മറ്റൊന്ന് അടൽ ബിഹാരി വാജ്പേയി. അവരുടെ അടുത്തൊക്കെ കളിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കളിയൊക്കെ പഠിച്ചോ? അത് തീർച്ചയായിട്ടും എൻ്റെ അധിഷ്ടമെന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. റെസ്പെക്റ്റഡ് അടൽജി എൻ്റെ വീട്ടിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പല രാഷ്ട്രീയക്കാരുടെയും ഈ ഡയമെൻഷൻസ് ഒന്നും നമുക്ക് കയറത്തില്ലല്ലോ തലയ്ക്ക്. നമുക്കത് മനസ്സിലാകത്തുമില്ല. അദ്ദേഹം വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ വീട്ടിൽ അധികം ആരുടെ അടുത്ത് സംസാരിക്കത്തുമില്ല. ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിൻ്റെ അകത്ത് വട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, മാർബിൾസ്. അദ്ദേഹം എപ്പോഴാണ് വന്നതെന്ന് പോലും ശരിക്കും എനിക്ക് അറിയത്തില്ല. അദ്ദേഹം അപ്പോൾ മുണ്ടൊക്കെ എടുത്തോണ്ട് ഇത് അങ്ങനെ ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് ചെയർ എടുത്തോണ്ട് ഒന്നവിടെ ഇരുന്ന് ഹി സോ മീ ഫെയിൽ. അപ്പം ഞാൻ 2 അടി മുന്നേ ഇരുന്ന ആ മാർബിൾ പോലും എന്നെ കൊണ്ട് അടിക്കാൻ പറ്റിയില്ല. അന്ന് അദ്ദേഹം എൻ്റെ അടുത്തുനിന്ന് ആ മാർബിൾ മേടിച്ചോണ്ട്, ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ തലച്ചോറിങ്ങനെ നിൽക്കുമല്ലോ, അദ്ദേഹം ഈ മാർബിൾ എടുത്ത് ഈ വിരലും വെച്ചോണ്ട് ആ മാർബിൾ ഇങ്ങനെ വെച്ചോണ്ട് ഇവിടെ ഈ വിരലും കൊണ്ട് തന്നെ 8 അടി ദൂരെ ഇരുന്ന ആ മാർബിൾ അടിച്ചു. അന്നോട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനായെന്ന് എനിക്ക് തോന്നുന്നേ. ചെറിയ ചെറിയ കാര്യങ്ങൾ പല പ്രാവശ്യമായിട്ട് നമ്മളെ ഒരുപാട് പല കാര്യം പഠിപ്പിക്കും. ഞങ്ങളുടെ വീട്ടിലോട്ട് വലിയ വലിയ തലവന്മാരൊക്കെ വരും. കാര്യകർത്താവായിക്കോട്ടെ ഇല്ലെങ്കിൽ തലവന്മാരായിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ, എപ്പോഴും ഒരുമിച്ചാണ് ഇരിക്കുന്നതും. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആ ഏർലി ലെസൺസ് അത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ റെസ്പെക്റ്റഡ് മോദിജി ആക്ഷനിലത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. അദ്ദേഹം
ആ ശീലമൊക്കെ സൊസൈറ്റിയിലോട്ട്, നാടിൻ്റെ രാഷ്ട്രീയം ഭരണത്തിലോട്ട് ഇറക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാനും വല്ലാണ്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. അതൊക്കെ അടൽ ബിഹാരി വാജ്പേയി ഒരിക്കൽ അദ്ദേഹത്തിനോടൊപ്പം താങ്കളെ ഫ്ലൈറ്റിൽ കൂട്ടിക്കൊണ്ടുവന്ന് കേട്ടു. 2-3 ദിവസം ഇങ്ങനെ ചുറ്റിക്കറക്കി കാണിച്ചെന്ന് കേട്ടു. ഞാൻ അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നല്ലപോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നേരെ ഇങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് അന്ന് ഞാൻ എയർപോർട്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ ടാർമാക്കിൽ അദ്ദേഹം അന്ന് ഡൽഹിയിലോട്ട് വന്നിരുന്നു. അതിനുശേഷം സംഗ്ലി, കോലാപൂരിലൊക്കെ അദ്ദേഹത്തിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു 4 ദിവസം. അദ്ദേഹം അന്നൊരു ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അന്ന് അദ്ദേഹം എയർപോർട്ടിൽ ടാർമാക്കിൽ വെച്ച് എൻ്റെ അടുത്ത് നീ എന്താ ചെയ്യുന്നതെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാനന്ന് ലീവിലാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. എൻ്റെ ഒപ്പം വാന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഐ വാസ് ടേക്കൻ എ ബാക്ക്. കാരണം ഞാൻ ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു, ഒരു അറേഞ്ച്മെൻറ്റ്സും ചെയ്തില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കൊച്ചു പ്രായത്തിൽ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം നല്ല സ്നേഹത്തോടെയാണ് ഇരുന്നത് എൻ്റെ ഒപ്പം. അദ്ദേഹം എന്നെ ഫ്ലൈറ്റിൽ ഇരുത്തി കൂട്ടിക്കൊണ്ടുപോയി. 4 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോഴും ആ കളക്ഷൻസൊക്കെ എൻ്റെ ഒപ്പം തന്നെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഇരിക്കുമ്പോൾ ആദ്യം ഞാൻ പോയത് കോലാപൂരിലോട്ടാണ്. അവിടെ കടയ്ക്ക് പോയപ്പോൾ അദ്ദേഹം എനിക്ക് കോലാപൂരി ചപ്പലൊക്കെ മേടിച്ചു തന്നതാ. പൈജാമാസും കുർത്താസൊക്കെ മേടിച്ചു തന്നു. പിന്നെ 4 ദിവസവും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. അതിലൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ പറ്റൂ, അത് വളരെ ഇൻട്രസ്റ്റിങ്ങുമാണ്. ലതാ മങ്കേഷ്കർ മാമിൻ്റെ പ്രസംഗമായിരുന്നു. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അന്ന് അടൽജി ശരിക്കും ഒരു മണിക്കൂറൊക്കെ ആയിരുന്നു സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. ആ മുഴുവൻ 1 മണിക്കൂർ സ്പീച്ചും അത് മുഴുവനും രാഷ്ട്രീയത്തിനെക്കുറിച്ചല്ലാണ്ട് ഇന്ത്യയുടെ കൾച്ചറിനെക്കുറിച്ച്, ഇന്ത്യനെക്കുറിച്ച്, ഇന്ത്യയുടെ മ്യൂസിക് എന്താണെന്നും ഇന്ത്യയുടെ പാരമ്പര്യം എന്താണെന്നും അദ്ദേഹം 1 മണിക്കൂറിന് സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം സംസാരിച്ച ആ സ്പീച്ച് എന്നെക്കൊണ്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നും 100ാമത്തെ മൻ കി ബാത്ത് എന്ന പ്രോഗ്രാം, പ്രധാനമന്ത്രി മോദിജിയുടെ പ്രോഗ്രാം ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നതും. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി 100 മാസങ്ങൾക്ക് അതിന് മുന്നിൽ നിന്നാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയണമെങ്കിൽ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളാണ്. അതാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 100 എപ്പിസോഡിൽ ഒരു പ്രാവശ്യം പോലും മോദിജി രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പോലും മോദിജി ആ മൻ കി ബാത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ സംസാരിച്ചിട്ടില്ല. ഇതൊന്നും ചെറിയ കാര്യമല്ല കേട്ടോ. താങ്കളെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ്. അതിൽ താങ്കൾക്ക് 2ാമത്തെ റാങ്കാണ് ലഭിച്ചത്. ഒപ്പം താങ്കൾ ലോയും ചെയ്തിരിക്കുന്നു. ഇത്രയും വിദ്യാഭ്യാസമുള്ള താങ്കൾ ഈ രാഷ്ട്രീയത്തിൽ വന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ എന്താ ജോലി എന്ന് ആലോചിച്ചില്ലേ? ഓൺ ദ കോൺട്രറി, എനിക്ക് ശരിക്കും അറിഞ്ഞത് വരെ ഒരുപക്ഷെ നിങ്ങൾ പ്രധാനമന്ത്രി മോദിജിയുടെ ഓവറോൾ ക്യാബിനറ്റ് നോക്കുവാണെങ്കിൽ, അദ്ദേഹം ജോലി ചെയ്യുന്ന പരിപാടി നോക്കുവാണെങ്കിൽ, എനിവേ ഒരു വിധത്തിൽ നോക്കുവാണെങ്കിൽ ഞാനിതെൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലമേലുള്ള ആൾക്കാർ, പ്രധാനമന്ത്രി മോദിജി ആയിക്കോട്ടെ, റെസ്പെക്റ്റഡ് അമിത്ഷാജി ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ഒരു വിധത്തിൽ നാടിൻ്റെ യൂസിന് വേണ്ടി പുതിയ ടെക്നോളജീസ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, ഡിജിറ്റൽ ലോകത്തിൻ്റെ ഉപയോഗങ്ങൾ, റെഗുലർ വർക്കിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, ലോകം മുഴുവനുമുള്ള വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വരണമെന്നാണ് അവർ പോരാടുന്നതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. BS6 വണ്ടിയുടെ സ്റ്റാൻഡേർഡ്, അത് എൻവിറോൺമെൻറ്റ് വളരെ നല്ലതാണ്. യൂറോപ്പും അമേരിക്കയും എപ്പോഴും അത് ഉപയോഗപ്പെടുത്തി. ഇന്ത്യയിൽ അത് റീസെൻ്റ്ലി ആണ് ലോഞ്ച് ചെയ്തത്. മുമ്പൊക്കെ ഫോറിനിൽ ആദ്യം ലോഞ്ച് ആയിട്ട് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ലോഞ്ച് ആവുന്നത്. ഇപ്പം പെട്ടെന്നാവുന്നു. 5G ടെക്നോളജി നല്ലപോലെ വളർന്ന കൺട്രികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇത് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എല്ലാ ദേശത്തിലും പ്രധാനമന്ത്രി മോദിജി ഇന്ത്യയിലല്ല ലോകത്തിൽ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം തന്നെ നോക്കുന്നുണ്ട്. പല കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഒരു നല്ല വിശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഇത് വിശ്വാസം വരാനായിട്ടുള്ള ഒരു കാരണമായിരുന്നു. ഇതൊക്കെ നോക്കി നടത്തുന്നത് നമ്മുടെ മോദിജി മാത്രമാണ്. അതിൻ്റെ ഒപ്പം ചേർത്ത് അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിധങ്ങളും, പുതിയ പ്രോസസ്, പുതിയതായിട്ട് പണിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും, എനിക്കറിഞ്ഞതുവരെ അദ്ദേഹം ഒരു മാനേജ്മെന്റ് ഗുരുവായിട്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേജ്രിവാൾ പറയുന്നത് 4th പാസ് എന്നാണ്. കേജ്രിവാൾ ആണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി മുഴുവനും വെബ്സൈറ്റിലാണ് ഉള്ളത്. എന്നെ സംബന്ധിച്ച് മോദിജിയുടെ വർക്ക് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ തന്നെ നല്ലപോലെ ചിന്തിച്ചു നോക്ക്. അങ്ങനെ എന്ത് വ്യത്യാസമായിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ കോമേഴ്സ് സെക്രട്ടറി അവർ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി മോദിജിയെ ഞാൻ കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഡിസ്കഷൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി,
ആൻഡ് മോഡേൺ മാനുഫാക്ചറിങ്, മെഷീൻ ലേണിംഗ്, മെഷീൻ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ചിന്തകൾ, മോഡേണൈസ്ഡ് തിങ്കിങ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതെല്ലാം തന്നെ ഉണ്ട്. എനിക്കറിഞ്ഞത് വരെ നമ്മുടെ എല്ലാവരുടെയും ചാർട്ടേഡ് അക്കൗണ്ടിങ്, പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഡിഗ്രിയേക്കാൾ അദ്ദേഹത്തിന്റെ ചിന്ത വളരെ വലുതാണ്, വളരെ മുന്നോട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. പബ്ലിക്കിൽ ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, നിങ്ങൾ ഒരുപാട് പൂജകളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഹനുമാന്റെ ഭക്തനാണോ? അതെ, ഞാൻ അദ്ദേഹത്തിനൊരു ഭക്തനാണ്. ഓരോ ചൊവ്വാഴ്ചകളിലും എന്നെ നിങ്ങൾ ഹനുമാന്റെ അമ്പലത്തിൽ കാണാൻ കഴിയും. അത് കെനോട്ട് പ്ലേസിലാണുള്ളത്. ഓരോ ശനിയാഴ്ചകളിലും ഞായമാറിൽ ഒരു ഹനുമാന്റെ അമ്പലമുണ്ട്. ഈ ഓരോ അമ്പലങ്ങളിലും എന്നെ നിങ്ങൾക്ക് ശനിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും കാണാനായിട്ട് കഴിയും. ഈ ലോകത്ത് ഞാൻ എങ്ങോട്ട് പോയാലും, അവിടെ നമ്മുടെ അമ്പലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും പോകാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം ഞാൻ പോവും. ലണ്ടനിലുള്ള സ്വാമിനാരായണൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, സിഡ്നിയിലുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ട്, നാട്ടിലുള്ള പല അമ്പലങ്ങളിൽ. ഒരു പ്രാവശ്യം വാഷിങ്ടണിൽ അമ്പലം തേടി തേടി 1 മണിക്കൂർ തന്നെ പോയി. അമ്പലം ഒരുപാട് ദൂരെ ആയിരുന്നു. എങ്ങനെയാ എങ്ങോട്ടാ പോകേണ്ടതെന്നും അറിയാൻ മേല. പക്ഷെ ഞങ്ങൾ 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോയത്. ദൈവത്തിൻ്റെ ആശീർവാദം എപ്പോഴും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹമാണല്ലോ നമ്മുടെ സങ്കടമൊക്കെ തീർക്കുന്ന ഒരാളാണല്ലോ. ഒരുപക്ഷെ നാടിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹം തീർക്കുവാണെങ്കിൽ, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടുവാണെങ്കിൽ, എനിക്ക് ജനങ്ങൾക്ക് ചെയ്യേണ്ട സേവകൾ നല്ല രീതിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം വരെ ഞാനത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സർ, കർണാടകയിലെ ഇലക്ഷനിൽ ഹനുമാൻ എൻട്രി ആയിരിക്കുകയാണ്. ഇത് കാരണം കോൺഗ്രസ് ശരിക്കും പേടിച്ചായിരിക്കുന്നത്. ദാ നോക്കൂ, ഹനുമാൻ ഹോംലി പ്രസന്റ് എല്ലാ സ്ഥലത്തും കാണും. പക്ഷേ കർണാടക അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഹനുമാന്റെ മേത്ത് വിശ്വാസമുണ്ട്. ഇപ്പൊ ദുരദൃഷ്ടവശമായിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടി, നമ്മുടെ റെസ്പെക്റ്റഡ് പ്രധാനമന്ത്രി പറയുന്നത് പോലെ, ആദ്യം നിങ്ങളുടെ ദൈവം രാമനെ പൂട്ടിവെക്കണമെന്നും ട്രൈ ചെയ്തു. രാം സേതു പ്രശ്നം വരുമ്പോൾ രാം സേതു എന്നൊന്നും തന്നെ ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. രാമൻ ജനിച്ച സ്ഥലത്തിനെ കുറിച്ച് പ്രശ്നം വരുമ്പോൾ, രാമൻ ജനിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അമ്പലത്തിനെ കെട്ടാൻ പാടില്ലെന്നും പറഞ്ഞ്, അദ്ദേഹത്തിന് വഴിപാടാൻ പാടില്ലെന്നും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അവരുടെ മാനിഫെസ്റ്റോ ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ബജ്രംഗ് ദൾ എന്ന് വെച്ചാൽ എന്താണ്? ദൈവങ്ങളുടെ മേത്ത് വിശ്വാസം വയ്ക്കുന്നത്. വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ ഇതുപോലെ തന്നെ ഹിന്ദു സെന്റിമെന്റ്സിനെയൊക്കെ ഇതുപോലെ തന്നെ വിഷമിപ്പിക്കാനാണ് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സമാധാനത്തിന് നിലനിർത്താൻ പാടില്ലെന്നാണ് വിചാരിക്കുന്നത്. സൊസൈറ്റിയിലുള്ള എല്ലാവരും തന്നെ പിരിക്കണമെന്നാണ് അവർ വിചാരിക്കുന്നതും. സൊസൈറ്റിയിൽ എല്ലാ വയലൻസും സ്പ്രെഡ് ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. ഇന്ത്യയിലെ ജനങ്ങളൊക്കെ വളരെ ബുദ്ധിപൂർവ്വമുള്ളവരാണ്. കോൺഗ്രസിൻ്റെ പണികളൊക്കെ നമ്മുടെ നാടിൻ്റെ ജനങ്ങൾ കണ്ടോണ്ടിരിപ്പുണ്ട്. 2014 44 സീറ്റിൽ തന്നെ അവർ തോറ്റുപോയി. അതിനുശേഷം അവരെ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജനങ്ങൾ നാടിനെ തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇനിയും ഹനുമാൻജിയുടെ ചിന്തകളൊക്കെ മുന്നോട്ട് തന്നെയാണ് ഉള്ളത്. എനിക്ക് മുഴുവനും വിശ്വാസമുണ്ട്. നാടിനും പിന്നെ ഈ കർണാടകയ്ക്കും ഒരു വിധത്തിലും പ്രശ്നം വരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കോൺഗ്രസ് ബജ്രംഗ് ദൾ PFIയോടൊപ്പം ചേർത്ത് സംസാരിച്ചത് തെറ്റായ കാര്യമല്ലേ? തെറ്റ് ചെയ്തു, പക്ഷെ അത് അവസാനം മോദിജി കണ്ടുപിടിച്ചു. ഇപ്പോ കർണാടക മുഴുവനും ഹനുമാൻ ചാലീസ് വായിച്ചുകൊണ്ടിരിക്കുക. ദാ നോക്കൂ സർ, കോൺഗ്രസില് അവരുടെ തെറ്റെന്ന് ഞാൻ പറയത്തില്ല. അവരുടെ ചിന്ത അങ്ങനെയുള്ളതാണ്. കോൺഗ്രസിന്റെ ചിന്തകൾ നമ്മൾ പല വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. ആരെങ്കിലും ഇലക്ഷനിൽ തോറ്റുപോയാൽ അവർ പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷനെയാണ് തെറ്റ് പറയുന്നത്. അവരെന്തെങ്കിലും ഒരു വിധത്തിൽ തോറ്റുപോയാൽ ഗവൺമെന്റിനെയും കോർട്ടിനെയാണ് അവർ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ രീതി കാരണവും അവരുടെ ഓരോ നടത്തം കാരണവും പാർലമെന്റിൽ നിന്നുള്ള MLAs MPs പൊക്കോണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? നാടിൻ്റെ പാർലമെന്റിനെ കുറ്റം പറയുന്നു, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സോ കോൺഗ്രസിനെ സംബന്ധിച്ച് മൈസെൽഫ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് ഞാനല്ല, നമ്മൾ രണ്ടുപേരുടെയും ചിന്തകളുള്ളത് ഇത്രയേ ഉള്ളൂ. മറ്റാർക്കെങ്കിലും ചോദിക്കണം? സർ, ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്നത്, താങ്കൾ മിനിസ്ട്രിയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഒരുപക്ഷെ താങ്കൾ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ദാ നോക്കൂ, ഞാനൊരു പക്ഷേ എൻ്റെ വരളാറ് വഴി പുറകിലോട്ട് പോവുകയാണെങ്കിൽ
1988 എൻ്റെ CA എൻ്റെ ലോ രണ്ടും തന്നെ തീർന്നു. 57 ഞാൻ രണ്ടും തന്നെ ചെയ്തു. 88 ഞാനൊരു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിൽ വോണ്ടണിൽ അപ്ലൈ ചെയ്തു. പിന്നെ എനിക്ക് PhDക്ക് വേണ്ടി അവിടെ സീറ്റും കിട്ടി, PhD സ്ട്രാറ്റജി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചില പണികൾ കൊണ്ട് ചില ഫാക്ടറീസൊക്കെ അവിടെ കെട്ടിയിരുന്നു. നല്ല ഫാക്ടറീസ് പുതിയതായിട്ട് വന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലാണ് ഞങ്ങൾ ആരംഭിച്ചതും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്തും ഞാനൊരു ചെറിയ ഫാക്ടറി ആയിട്ട് ആരംഭിച്ചിരുന്നു. അതിൻ്റെ വില 19,80,000 രൂപയാണ്. ഇതാണ് ആ പ്രോജക്റ്റിൻ്റെ മുഴുവൻ കോസ്റ്റ്. അതും പിന്നെ എൻ്റെ അച്ഛൻ്റെ പെൻഷനിൽ നിന്നും കുറച്ച് പൈസ വന്നിരുന്നു. ഒരു പ്രോമിനൻറ്റ് ഫണ്ട് കിട്ടിയിരുന്നു. പെൻഷനൊക്കെ കമ്മ്യൂട്ട് ചെയ്തിരുന്നു. ഒരു ലീവിങ് ക്യാഷ് കിട്ടി, അതായിരുന്നു എൻ്റെ ക്യാപിറ്റലും. അതിനുശേഷം ഞാൻ ആ ഫാക്ടറി നടത്തി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പ്രശ്നം വന്ന കാരണം ഞാൻ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഞാൻ അങ്ങോട്ട് പോയിരുന്നാലോ പഠിച്ചിരുന്നാലോ ഞാനൊരു പക്ഷേ പ്രൊഫസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ താങ്കൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരുന്നെങ്കിൽ ഇപ്പോഴും കോടിയായിട്ട് സമ്പാദിക്കാമായിരുന്നു. ഞാൻ നോക്ക്, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഒരു ഇൻവെസ്റ്റർ ബാങ്കറായിട്ട് ഞാൻ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കിയതാ, നല്ല രീതിക്ക് വിജയിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ച് അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലമെന്നും ഞാൻ പറയുന്നുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ ചെലവ്, എൻ്റെ കുടുംബം നോക്കേണ്ടത്, ഞാൻ തന്നെ പഠിക്കേണ്ടത്. പിന്നെ എനിക്ക് ഒരു വിധത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ കയ്യിൽ നല്ല ക്യാപിറ്റൽ ഇരിപ്പുണ്ട്. 2010 തൊട്ട് ഞാൻ ഡൊമൈനിൽ ഉള്ളതാണ്. പാർലമെൻറ്റ് മെമ്പറായാൽ പല വർഷങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നെ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്നെന്നും ഞാൻ പറയണം. അതിൻ്റെ ഒപ്പം രാഷ്ട്രീയത്തിലെ ആവശ്യങ്ങൾ വരുമ്പോഴും തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തും മീറ്റിംഗ് നടക്കുന്ന സമയത്തും ഞാൻ ഇത് ചേർത്താണ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ചാൻസ് കിട്ടിയതും ആ ചാൻസ് കിട്ടാനുള്ള കാരണവും പിന്നെ പ്രധാനമന്ത്രി മോദിജി ജനങ്ങൾക്ക് സേവ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. അന്ന് തൊട്ട് ഞാൻ മുഴുവനും എനിക്ക് വരുന്ന ഇൻകമൊക്കെ സ്റ്റോപ്പായി. പക്ഷേ എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ മുഴുവനും ഒരു നല്ല ജീവിതം എന്നെക്കൊണ്ട് നയിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുടുംബത്തിനെ എന്നെക്കൊണ്ട് നോക്കാൻ കഴിയുന്നുണ്ട്. പിള്ളേരെ വളർക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും എന്നെക്കൊണ്ട് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എന്നെ ഞാൻ ഇന്ന് സൊസൈറ്റിക്ക് വേണ്ടി മുഴുവനും അങ്ങോട്ട് അർപ്പണിച്ചു എന്നും പറയാൻ പറ്റും. പക്ഷെ താങ്കൾ മുംബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാണാനും നല്ല ഹാൻസം ആയിരുന്നു. ഫിലിമിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഹീറോ ആകാനുള്ള താല്പര്യം ഇല്ലായിരുന്നു. സിനിമയുടെ മേത്ത് ഇൻട്രസ്റ്റ് ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും 3 Idiotsനെ പോലെ അല്ല, ഒരിക്കലും തെറ്റായ പ്രൊഫഷനിലോട്ട് പോകത്തില്ല. എനിക്ക് ആക്ടിങ്ങിൻ്റെ ABCD എന്താന്ന് പോലും അറിയില്ല. എൻ്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ മോശമായിരിക്കും. എൻ്റെ ഈ തൊണ്ടയിൽ പോലും എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിനുവേണ്ടി ഞാൻ സ്വപ്നവും കണ്ടിട്ടില്ല, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കത്തുമില്ല. ഇപ്പം ഞാൻ എന്ത് പണിയിലാണോ ഇരിക്കുന്നത് ആ പണിയിൽ തന്നെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോഴത്തേന് എൻ്റെ ജീവിതത്തിൽ ആകെ ഒരൊറ്റ എയിം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് ബലമായ ഒരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ 25 വർഷത്തിൽ ഇന്ത്യ ഒരു വളർന്ന നാടായിട്ട് മാറ്റാം.